താൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് മകനെ കൂടെ കൂട്ടി ഒരു അച്ഛനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഫാദേഴ്സ് ഡേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ദിനത്തിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ വരുന്നത് എന്തൊക്കെയാണ്? വളരെ കുഞ്ഞുനാൾ തൊട്ട് അവനെ സ്പോർട്സിലോട്ട് കൊണ്ടുവന്ന അവനോട് പാഷൻ, എൻ്റെ അതേ പാഷൻ പിന്തുടർന്ന് വന്ന ഒരു മകനാണ്. ശ്രീശങ്കറിന് ഇനി അടുത്തുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ടത് ഏതാണ്? അടുത്ത മാസം ജൂലൈ 12 പൂനെയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതിലാണ് സീസൺ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതിനുശേഷം സർജറി ഉണ്ടായിരുന്നു. അതിനുശേഷം ഫുൾ സ്വിംഗ് ആയിട്ട് ഇപ്പോൾ ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. നല്ല പഴയ കോമ്പറ്റേറ്റീവ് ഫിറ്റ്നസ്സിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മന്താണ് കോമ്പറ്റീഷൻ. അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു ഇതിൽ പങ്കുവഹിച്ചിട്ടുള്ളത്? എൻ്റെ സ്പോർട്സ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അച്ഛൻ ത്രൂ ആണ്. കാരണം വീട്ടിൽ ഫുൾ ഞാൻ വളർന്നു വന്നൊരു അറ്റ്മോസ്ഫിയർ, ഒരു സ്പോർട്ടിംഗ് എൻവയോൺമെൻറ്റും സ്പോർട്ടിംഗ് അറ്റ്മോസ്ഫിയറാണ്. കാരണം വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്ന സ്പോർട്സിനെ പറ്റിയിട്ടാണ്, വീട്ടിൽ ചുറ്റും എല്ലാ സ്പോർട്സിനെ പറ്റിയിട്ടാണ്. ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന കഥകൾ ഉഷ മാഡത്തിനെ പറ്റിയും ഷൈനി മാഡത്തിനെ പറ്റിയും അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യത്തെ വലിയ വലിയ അത്ലീറ്റ്സിനെ പറ്റി, അഞ്ജു മാമിനെ പറ്റിയിട്ടും ക്വൈറ്റ് നാച്ചുറലി ഞാൻ ഈ ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റഡ് വന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന കോമ്പറ്റീഷൻസ് എല്ലാം വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സ് എന്നുള്ള വലിയ ഗ്ലോബൽ സ്റ്റേജിലോട്ട് എൻ്റെ മെഡൽ ടാലി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ഇഞ്ചുറി ഉണ്ടായത്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി തരണം ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊക്കെയുള്ള അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്തെല്ലാം? അച്ഛനെ ഞാനാണ് സപ്പോർട്ട് കൊടുത്തത് ആക്ച്വലി. കാരണം ഈ ഒരു ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായി വന്നൊരു ഇഞ്ചുറി ആയിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ആരും എക്സ്പെക്ട് ചെയ്തിരുന്നത്, ഞങ്ങളെല്ലാവരും ഒളിമ്പിക്സിലോട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ എന്ന് പറയുന്നില്ലെങ്കിലും മെഡൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ചാൻസ് ഞങ്ങൾ വീട്ടിലെല്ലാവരും വിശ്വസിച്ച് തുടങ്ങിയ ഒരു ടൈമായിരുന്നു. അപ്പോഴായിരുന്നു ഇഞ്ചുറി വന്നത്. ബട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കംബാക്ക് നടത്തിയിട്ടുണ്ട്, നല്ല തിരിച്ചുവരാൻ നടത്തിയിട്ടുണ്ട്. വരുന്ന കോമ്പറ്റീഷൻസിൽ അതെന്തായാലും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എൻ്റെ ഫാമിലി തന്ന സപ്പോർട്ട്, എസ്പെഷ്യലി അച്ഛൻ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തീർച്ചയായിട്ടും നമുക്ക് മിസ്സായിരിക്കുന്നത് ഒളിമ്പിക്സ് മെഡലാണ്. 28 ഒളിമ്പിക്സിന് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. ഈ ഒരു ഫാദേഴ്സ് ഡേയിൽ ഇതിനേക്കാളും വലിയ ഒരു മോഡൽ നമുക്കിനി കാണിക്കാനില്ല പ്രേക്ഷകർക്ക് മുന്നിൽ. അനുപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.